വിദ്യാഭ്യാസ രംഗത്തെന്ന പോലെ തന്നെ ഭാഷാ സാഹിത്യ രംഗത്തും ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ വലിയൊരു ചലനങ്ങളുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഈ അച്ചടി വിദ്യ. പത്രമാസികകളുടെ പ്രവർത്തനവും ഗദ്യഭാഷയുടെ വികാസവുമൊക്കെ ഈ അച്ചടി വിദ്യയുടെ ഫലമായിട്ടുണ്ടായതാണ്. മലയാളം ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. അതായത് 1686 ആംസ്റ്റർഡാമിലെ ഹോർത്തൂസ് മലബാറിക്കസ് എന്നൊരു ലാറ്റിൻ ഗ്രന്ഥത്തിലാണ് മലയാളം ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത്. കേരളത്തിലെ സസ്യജാലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഈ ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രന്ഥത്തിൽ ഈ ഗ്രന്ഥത്തിൻ്റെ പങ്കാളി കൂടിയായിരുന്ന ഇ.ടി. അച്യുതൻ വൈദ്യരുടെ മലയാളത്തിലുള്ള വിശദീകരണമാണ് അതേപടി ഈ ഗ്രന്ഥത്തിൽ ചേർത്തിരിക്കുന്നത്. മലയാളം അക്ഷരം മാത്രം ഉപയോഗിച്ച് ആദ്യമായിട്ട് മുഴുവനായും ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നത് 1772 റോമിൽ വെച്ചായിരുന്നു. സംക്ഷേപ വേദാർത്ഥം എന്നായിരുന്നു ആ ഗ്രന്ഥത്തിൻ്റെ പേര്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മലയാളം അച്ചടിക്കുന്നതും കേരളത്തിലല്ലായിരുന്നു, മറിച്ച് 1811 ബൈബിളിൻ്റെ മലയാളം പതിപ്പ് ബോംബെയിലെ ക്യൂരിയർ പ്രസ്സിൽ വെച്ചായിരുന്നു അച്ചടിച്ചത്. ഇതായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിച്ച മലയാള പുസ്തകം അല്ലെങ്കിൽ മലയാള ഗ്രന്ഥം. കേരളത്തിൽ ആദ്യമായിട്ട് അച്ചടി വിദ്യയ്ക്ക് തുടക്കമിട്ടത് CMS മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു. അദ്ദേഹം മതപ്രചരണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ ബൈബിളിൻ്റെ മലയാള വിവർത്തനം അച്ചടിക്കാൻ പറ്റാതെ വന്നു. കേരളത്തിൽ ഒരു അച്ചടിശാലയുടെ കുറവുണ്ടെന്ന് അദ്ദേഹം താമസിയാതെ തന്നെ മനസ്സിലാക്കി. പിന്നെ ഒട്ടും സമയം കളയാതെ അദ്ദേഹം 2 ആശാരിമാരുടെയും ഒരു കൊല്ലൻ്റെയും ഒക്കെ സഹായത്തോടു കൂടിയിട്ട് തടിമരം കൊണ്ടൊരു പ്രസ്സും ആവശ്യമായ അച്ചുകളുമൊക്കെ ഉണ്ടാക്കിയെടുത്തു. പിന്നീട് അന്നത്തെ റെസിഡൻ്റായ കേണൽ മൺറോയുടെ സഹായത്തോടു കൂടിയിട്ട് 1821 കോട്ടയത്ത് ഒരു അച്ചടിശാല ആരംഭിച്ചു, അല്ലെങ്കിൽ കോട്ടയത്ത് ഒരു പ്രസ് ആരംഭിച്ചു. അതായിരുന്നു CMS പ്രസ്.